എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ദിവസം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 42 അല്ലേ 42 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തു നിർത്തിയത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വലിയ വസ്തുക്കളുടെ വോളിയം എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്. അതായത് നാം ഇതുവരെ പഠിച്ചെന്താണ്? നമുക്ക് വോളിയം കാണാൻ പഠിച്ചു അല്ലെ, വ്യാപ്തം കാണാൻ പഠിച്ചു. അവിടെ നമ്മൾ ചെറിയ പെട്ടികൾ അല്ലെങ്കിൽ വുഡൻ ബ്ലോക്കുകൾ അല്ലെ, അപ്പൊ അതുപോലുള്ള വസ്തുക്കളുടെ വോളിയമാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് വലിയ സാധനങ്ങളുടെ വോളിയം കാണണം. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം വോളിയം കാണാന്ന് പറഞ്ഞാൽ എന്താണ്? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അല്ലെ. അപ്പൊ അതിലൊരു മാറ്റവും ഇല്ല. അതായത് ഇപ്പൊ നോക്കിയേ, ഇപ്പൊ 1 സെന്റിമീറ്റർ നീളം, അത് ലെങ്ത് 1 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 1 സെന്റിമീറ്റർ, ഹൈറ്റ് 1 സെന്റിമീറ്റർ അല്ലെ. ഇങ്ങനെയുള്ള ഒരു പെട്ടി എന്ന് വിചാരിക്കാം. ഈ പെട്ടിയുടെ വോളിയം നമുക്ക് എങ്ങനെ കിട്ടും? വോളിയം ഈക്വൽ നമുക്കറിയാം 1 ഇൻറ്റു 1 ഇൻറ്റു 1 അല്ലെ. അപ്പൊ 1 ഇൻറ്റു 1 ഇൻറ്റു 1 അല്ലെ. അതായത് 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ അല്ലെ. അപ്പൊ 1 ക്യൂബിക് സെന്റിമീറ്റർ അല്ലെ, അതായത് ഘന സെന്റിമീറ്റർ ആണ് ഇതിന്റെ വോളിയം. ഇനി നമ്മൾ നോക്കിയേ, വലിയ വസ്തുവാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ ലെങ്ത് 1 സെന്റിമീറ്റർ അല്ല 1 മീറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, 100 സെന്റിമീറ്റർ കൂടിയാലാണ് 1 മീറ്റർ ആവുക. അപ്പൊ 1 മീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ നീളം 1 മീറ്റർ, ഇതിന്റെ വീതി 1 മീറ്റർ, ഇതിന്റെ ഹൈറ്റ് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയത്തിന് വരും. വോളിയത്തിന് ഒരു വ്യത്യാസമില്ല അല്ലേ. നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അപ്പൊ അതിൽ ഒരു മാറ്റവും ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ നീളം, വീതി, ഉയരം. അപ്പൊ 1 ഇൻറ്റു ഇവിടെ തന്നെ പോലെ 1 ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1 തന്നെ അല്ലെ. പക്ഷെ ഇവിടെ ക്യൂബിക് സെന്റിമീറ്റർ ആണ്. കണ്ട, ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഇവിടെ എന്ത് വരും? ക്യൂബിക് മീറ്റർ, ഘനമീറ്റർ അല്ലെ. അപ്പൊ നമ്മള് ക്യൂബിക് മീറ്റർ എന്ന് എഴുതും. മനസ്സിലായില്ലേ? അപ്പോൾ യൂണിറ്റ് മാറി ക്യൂബിക് സെന്റിമീറ്റർ എന്നുള്ളത് ക്യൂബിക് മീറ്റർ എന്നായി. ഇനി നോക്കിയേ, ഇനി നമുക്കിവിടെ 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ എന്ന് എഴുതി അല്ലെ. നമ്മൾ 1 മീറ്ററിന് എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, 1 മീറ്റർ എന്ന് പറഞ്ഞാല് 100 സെന്റിമീറ്റർ കൂടിയാലാണ് 1 മീറ്റർ ആവും അല്ലെ. അതറിയാലോ. അങ്ങനെയാണ് നമുക്ക് 1 മീറ്ററിന് പകരം നമുക്ക് എന്ത് എഴുതാം? 100 സെന്റിമീറ്റർ അല്ലെ. 100 സെന്റിമീറ്റർ, ഇതും 100 സെന്റിമീറ്റർ, ഇതും 100 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇത് ഗുണിക്കുകയാണെങ്കിൽ എന്ത് വരും? ഒന്നും ഗുണിക്കാം അല്ലെ. 0 ഉണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? 0 ഉണ്ടെങ്കിൽ 0യെ തൽക്കാലം മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളത് ഗുണിക്കുക. എന്നിട്ട് എത്ര 0 ഉണ്ടോ അത്ര 0 നമ്മൾ ഇട്ട് കൊടുത്താൽ മതി അല്ലെ. അതാണ് നമുക്ക് എളുപ്പത്തിലുള്ള വിദ്യ. അപ്പൊ എന്ത് ചെയ്യാം? 1 ഇൻറ്റു 1 ഇൻറ്റു 1 എത്രയാണ്? 1 തന്നെ അല്ലെ. 1 എത്ര 0 ഉണ്ട് നോക്കിയാൽ? 1 2 3 4 5 6 0 ഉണ്ട് അല്ലെ. അപ്പൊ 1 2 3 4 5 6. അപ്പൊ നമുക്ക് ഇതിന്റെ വോളിയം എത്ര കിട്ടി? കണ്ട, 10 ലാക്ക് അല്ലെ. 10 ലാക്ക് എന്ത് കിട്ടി? ക്യൂബിക് മീറ്റർ അല്ല, നമ്മൾ സെന്റിമീറ്ററിലാക്കി അല്ലെ. ഈ 1 ഇൻറ്റു 1 ഇൻറ്റു 1 പകരം 100 സെന്റിമീറ്റർ 100 സെന്റിമീറ്റർ 100 സെന്റിമീറ്റർ എന്ന് എഴുതി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഇത്ര ക്യൂബിക് സെന്റിമീറ്റർ. കണ്ട, ക്യൂബിക് സെന്റിമീറ്റർ കിട്ടി നമുക്ക് അല്ലെ. അതായത് ഇത് രണ്ട് ഈക്വൽ ആണ് അല്ലെ. നമ്മളിവിടെ 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞു, നമ്മൾ മീറ്ററിൽ എഴുതിയപ്പോൾ നമുക്ക് 1 ക്യൂബിക് മീറ്റർ കിട്ടി. നമ്മൾ സെന്റിമീറ്ററിലാക്കിയപ്പോഴോ ഇത്ര ക്യൂബിക് സെന്റിമീറ്റർ കിട്ടി. അതായത് 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാല് 1 ക്യൂബിക് മീറ്റർ. അപ്പൊ 1 ക്യൂബിക് മീറ്റർ എത്ര സെന്റിമീറ്റർ തുല്യമായിരിക്കും? ഇത്ര സെന്റിമീറ്റർ അല്ലേ. നോക്കിയേ, 1 എത്ര പൂജ്യം വരും? 1 2 3 4 5 6 പൂജ്യം. 1 2 3 4 5 6 പൂജ്യം. അത്രയും ക്യൂബിക് സെന്റിമീറ്ററിന് തുല്യമാണ് 1 ക്യൂബിക് മീറ്റർ. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് പഠിക്കുന്നത്. അപ്പൊ അതിങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് വലിയ വസ്തുക്കളുടെ വോളിയം, വ്യാപ്തം നമ്മൾ ഇപ്പൊ നോക്കിയാൽ 1 മീറ്റർ നമ്മൾ പറയുന്നത് അതിന്റെ വോളിയം എത്രയാണെന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ വോളിയം 10 ലക്ഷം ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറയോ? നമുക്ക് പറയാറില്ല അല്ലെ. അതിനേക്കാൾ എളുപ്പം എന്താണ്? അതിന്റെ വോളിയം 1 ക്യൂബിക് മീറ്റർ ആണ്. കണ്ട, അപ്പൊ 10 ക്യൂബിക് സെന്റിമീറ്റർ പറയുന്നതിന് പകരം നമുക്ക് വളരെ ഈസി ആയിട്ട് 1 ക്യൂബിക് മീറ്റർ ആണ് എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയ വസ്തുക്കളുടെ ഇപ്പൊ നോക്കിയാൽ ലോറിയിലൊക്കെ സാധനങ്ങൾ പോകും അല്ലെ. ലോറിയിലൊക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് മണ്ണ് നിറച്ചൊക്കെ പോകാറുണ്ട് അല്ലെ. വലിയ ലോറിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ അങ്ങനത്തെ ലോറികൾ ഇപ്പൊ 4 യൂണിറ്റ് 6 യൂണിറ്റിന്റെ വണ്ടികളൊക്കെ നമുക്ക് കാണാം. അപ്പൊ അങ്ങനത്തെ വണ്ടികളൊക്കെ പോകുമ്പോൾ ഇപ്പൊ മണലിൽ കറക്റ്റ് ആയിട്ട് നിറച്ചിങ്ങനെ വടിപ്പന പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒക്കെ വോളിയം നമ്മൾ എങ്ങനെ കാണാം?
അതും ഒരു പെട്ടിയുടെ ഷേപ്പ് തന്നെയാണ് അല്ലേ. അപ്പൊ അതിന്റെ ഒക്കെ വോളിയം നമ്മൾ ഈ ക്യൂബിക് മീറ്ററിൽ സെന്റിമീറ്ററിൽ പറയുമ്പോൾ നമുക്ക് എന്തോരം പറയണം അല്ലേ, 50 ലക്ഷം ക്യൂബിക് സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ക്യൂബിക് മീറ്റർ എന്ന് പറയുമ്പോൾ നോക്കിയാൽ ഇതിന് പകരം നമുക്ക് 1 ക്യൂബിക് മീറ്റർ അല്ലെങ്കിൽ 2 ക്യൂബിക് മീറ്റർ കണ്ട പറയാൻ എളുപ്പം ആണല്ലോ. അപ്പൊ നമ്മൾ വലിയ വസ്തുക്കളുടെ വോളിയങ്ങളൊക്കെ പറയാ ക്യൂബിക് മീറ്ററിലാണ്. 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 43 അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിയേ, എ ട്രക്ക് ഈസ് ലോഡഡ് വിത്ത് സാൻഡ് 4 മീറ്റർ ലോങ് 2 മീറ്റർ വൈഡ് ആൻഡ് 1 മീറ്റർ ഹൈ അല്ലെ. അതായത് ഒരു ട്രക്ക്, നമ്മളിപ്പോ റോഡിൽ കൂടിയൊക്കെ പോണ കണ്ടിട്ടുണ്ടാവും അല്ലേ, വലിയ വലിയ ലോറികളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ട്രക്കുകൾ, ട്രിപ്പറുകൾ അല്ലെ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുപോലത്തെ ഒരു ട്രക്കിൽ ഈസ് ലോഡഡ് വിത്ത് സാൻഡ്, നിറച്ച് മണ്ണ് നിറച്ച് കറക്റ്റ് അളവിൽ മണ്ണ് നിറച്ച് പോകണം. അതിന്റെ നീളത്തിലാണ് 4 മീറ്റർ 4 മീറ്റർ, അതിന്റെ വീതി 2 മീറ്റർ, അതിന്റെ ഹൈറ്റ് 1 മീറ്റർ. അങ്ങനത്തെ ഒരു ട്രക്ക് പോവാണ്. ആ ട്രക്കിന്റെ 1 ക്യൂബിക് മീറ്ററിന് കണ്ടില്ലേ, ഇവിടെ ശ്രദ്ധിക്കുക, 1 ക്യൂബിക് മീറ്ററിന് അതിലെ മണ്ണിന്റെ വില എത്രയാണ്, 1000 രൂപയാണെങ്കിൽ ആ മൊത്തം ട്രക്കിലെ മണ്ണിന് എത്ര കാശ് കൊടുക്കണം, ഇതാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കിയാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഇത് ഞാനിപ്പോ ഒരു ട്രക്കിന്റെ ആ ബോഡി വരയ്ക്കണം. അത് ട്രക്കെന്ന് വിചാരിക്കുക നിങ്ങൾ കേട്ടാ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ട്രക്ക് എന്ന് വിചാരിക്കുക. ട്രക്കിന്റെ ബാക്കിലെ ഇപ്പൊ ലോഡുള്ള ഭാഗം ഇതാണെന്ന് വിചാരിക്കുക. ഇതെവിടെ ഇങ്ങനെ ടയർ അല്ലേ. ഓക്കെ, ഇതാണ് ട്രക്കിന്റെ ബാക്ക്. അപ്പൊ ഇതിൽ നിറയെ എന്തുണ്ട്, മണലുണ്ട്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, 4 മീറ്റർ ലോങ് അല്ലെ. അപ്പൊ ഈ ട്രക്കിന്റെ ഇതിന്റെ നീളം 4 മീറ്റർ, നീളം നമുക്ക് തന്നിട്ടുണ്ട് 4 മീറ്റർ അല്ലെ. ഇതിന്റെ വീതി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, വീതി 2 മീറ്റർ. അപ്പൊ നീളം കിട്ടി, വീതി കിട്ടി. ഇതിന്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ 1 മീറ്റർ. അപ്പൊ ഹൈറ്റ് 1 മീറ്റർ. അപ്പൊ ഈ ട്രക്കിലാണ് നിറയെ മണ്ണുള്ളത്. മനസ്സിലായോ, മണ്ണും കൊണ്ട് പോകുന്ന ഒരു ട്രക്ക്. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈ ട്രക്കിലെ മണ്ണിന് 1 ക്യൂബിക് മീറ്ററിന് 1000 രൂപ. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം മണ്ണിന് എത്ര കാശ് കൊടുക്കണം എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വേണം, ആദ്യം ഇത് എത്ര ക്യൂബിക് മീറ്റർ ഉണ്ട് ഈ മണ്ണെന്ന് നമ്മൾ കാണണം അല്ലെ. നമുക്കറിയില്ല എത്ര ക്യൂബിക് മീറ്റർ ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ ക്യൂബിക് മീറ്റർ കാണണം, അതായത് ഇതിന്റെ വോള്യം നമ്മൾ കാണണം അല്ലെ, വ്യാപ്തം നമ്മൾ കാണണം. അപ്പൊ വ്യാപ്തം നമുക്ക് കിട്ടും, അത് എത്ര ക്യൂബിക് മീറ്റർ ഉണ്ടെന്ന് നോക്കാം. അതിനെ നമ്മൾ 1000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മൊത്തം മണ്ണിന്റെ കാശ് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാതും നമുക്ക് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. കണ്ട, എല്ലാ അളവുകളും നമുക്ക് മീറ്ററിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ മീറ്റർ വെച്ച് തന്നെ ഗുണിക്കാം. അപ്പൊ നമുക്ക് ഉത്തരം എന്തിലായിരിക്കും കിട്ടുക, ഉത്തരം കിട്ടുക ക്യൂബിക് മീറ്ററിൽ തന്നെ ഉത്തരം കിട്ടും അല്ലെ. അതിനെ നമ്മൾ 1000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മണ്ണിന്റെ കാശ് കിട്ടും. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് നോക്കി ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്, ഈ വലിയ ട്രക്കിന്റെ അല്ലെ അതിന്റെ ഷേപ്പ് എന്താണ്, നാം പഠിച്ചിട്ടുള്ള റെക്ടാങ്കുലർ ബ്ലോക്ക് അല്ലെ, ചതുരക്കട്ടയുടെ ഒരു ആകൃതിയാണിത്. അതുകൊണ്ടാണ് നമുക്ക് ഇതേ രൂപത്തിൽ നമുക്ക് വോളിയം കാണാൻ പറ്റുന്നത് അല്ലെ. അല്ലെങ്കിൽ വേറെ വല്ല ഷേപ്പാണെങ്കിൽ ഇങ്ങനെ പറ്റുമോ, പറ്റില്ല. നാം പഠിച്ച അതേ ഷേപ്പാണ്, നീളമുണ്ട്, വീതിയുണ്ട്, ഹൈറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വോളിയം, വ്യാപ്തം, വോളിയം ഈസ് എന്താണ്, L × B × H. ഇതാണ് വോളിയം. സീക്വൽ ടു എത്രയാണ്, നീളം 4 ഇൻറ്റു വീതി 2 ഇൻറ്റു ഹൈറ്റ് 1. അപ്പൊ ഇവിടെ എല്ലാം മീറ്ററിലാണ് അല്ലെ. അപ്പൊ നോക്കിയാൽ L = 4 മീറ്റർ, B = 2 മീറ്റർ, അതുപോലെ H = 1 മീറ്റർ. കണ്ട, അല്ലാതെ നമുക്ക് മീറ്ററിലാണ്. ഇനി ഒന്ന് ഗുണിച്ചു നോക്കിയാൽ 4 × 2 8, 8 × 1 8 തന്നെ അല്ലെ. അപ്പൊ 8 നമുക്ക് കിട്ടി. 8 എത്രയായിരിക്കും യൂണിറ്റ്, മീറ്ററിലായതുകൊണ്ട് ക്യൂബിക് മീറ്റർ. ക്യൂബിക് മീറ്റർ അതല്ലെങ്കിൽ ഘന മീറ്റർ എന്ന് എഴുതാം. മലയാളത്തിലുള്ള ഒരു ഘന മീറ്റർ എന്ന് എഴുതാം. 1 ക്യൂബിക് മീറ്റർ മണ്ണിന്റെ വില 1000 രൂപയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ സാൻഡ് അല്ലെ. അതായത് 1 ക്യൂബിക് മീറ്റർ, 1 ഘനമീറ്റർ മണ്ണിന്റെ വില, മണലിന്റെ വില എത്രയാണ്, 1000 രൂപ. 1000 രൂപ. അങ്ങനെയാണെങ്കിൽ
പ്രൈസ് ഓഫ് ഈ മുഴുവൻ മണ്ണിന്റെ വില അല്ലെ, ടോട്ടൽ സാൻഡ്. ഈ മുഴുവൻ മണ്ണിന്റെയും വില എത്ര വരും? നമുക്കറിയാം ഒരു ക്യൂബിക് മീറ്ററിന് 1000 രൂപയാണെങ്കിൽ ഇവ എത്ര ക്യൂബിക് മീറ്റർ ഉണ്ട്? 8 ക്യൂബിക് മീറ്റർ അല്ലേ? അപ്പൊ നമ്മൾ 8 എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 1000 കൊണ്ട് ഗുണിക്കുക അല്ലെ. 8 × 1000 = 8 പിന്നെ 3 0 അല്ലെ. അപ്പൊ 8000 rupees. അപ്പൊ ഇത് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി വോളിയം ഇൻ ക്യൂബിക് സെന്റിമീറ്റർ ഓഫ് എ പ്ലാറ്റ്ഫോം 6 മീറ്റർ ലോങ്, 1 മീറ്റർ വൈഡ് ആൻഡ് 50 സെന്റിമീറ്റർ ഹൈ? അതായത് ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു തറ അല്ലെ, അതിന്റെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? വോളിയം എന്താണ്? വാട്ട് ഈസ് ദി വോളിയം? അതിന്റെ വോളിയം എന്താണ് ഇൻ ക്യൂബിക് സെന്റിമീറ്റർ? കണ്ട അവിടെ. അപ്പൊ നമ്മൾ ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കുക. അത് ചോദിച്ചിട്ടുള്ള എന്തിനാണ്? നമുക്ക് വോളിയം ഉത്തരം എന്തിലായിരിക്കണം? ക്യൂബിക് സെന്റിമീറ്ററിലായിരിക്കണം ഉത്തരം ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ ഉത്തരം നമ്മൾ എന്ത് ചെയ്യണം? ക്യൂബിക് സെന്റിമീറ്ററിൽ എഴുതണം. ഇനി നമുക്ക് നീളം തന്നിട്ടുണ്ട്, അതിന്റെ വീതി തന്നിട്ടുണ്ട്, അതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വേഗം കാണാലോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആദ്യം നമുക്ക് അതിന്റെ ലെങ്ത്, നീളം എത്രയാണ്? പ്ലാറ്റ്ഫോമിന്റെ നീളം പറഞ്ഞിട്ടുള്ളത് 6 മീറ്റർ അല്ലെ. അപ്പൊ 6 മീറ്റർ നീളം. ഇനി അതിന്റെ ബ്രെഡ്ത്ത്, അപ്പൊ അതിന്റെ വീതി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് അതിന്റെ വീതി? 1 മീറ്റർ അല്ലെ. അപ്പൊ 1 മീറ്റർ അതിന്റെ വീതി, അതായത് വൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ വീതി. ഇനി നമുക്ക് അതിന്റെ ഹൈറ്റ് വേണം അല്ലെ. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 50 സെന്റിമീറ്റർ. ഓക്കെ, ഇപ്പൊ ഇത് മൂന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, നീളം തന്നിട്ടുണ്ട്, വീതി തന്നിട്ടുണ്ട്, ഉയരം തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഇത് 6, അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് 6 മീറ്റർ അല്ലെ. 6 മീറ്റർ. ഇവിടെ 1 മീറ്റർ. ഇതെന്താണ്? 50 സെന്റിമീറ്റർ. അപ്പൊ ഈ രണ്ടളവും മീറ്ററിൽ തന്നു, ഈ അളവ് മാത്രം സെന്റിമീറ്ററിൽ തന്നു. അപ്പൊ നമ്മൾ നോക്കാം, നമുക്ക് ഉത്തരം ഏതിലാ വേണ്ടത്? ഉത്തരം അവർ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ദി വോളിയം ഇൻ ക്യൂബിക് സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ക്യൂബിക് സെന്റിമീറ്ററിലാണ് ഉത്തരം കിട്ടേണ്ടത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നാം എന്ത് വേണം? ക്യൂബിക് സെന്റിമീറ്ററിലാണെങ്കിൽ നമ്മൾ ഇതിനെല്ലാം നമ്മൾ സെന്റിമീറ്ററിലാക്കണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ മീറ്ററിനെ സെന്റിമീറ്ററിലാക്കുക, ഈ ഇതിനെ നമ്മൾ സെന്റിമീറ്ററാക്കുക. ഇത് പിന്നെ സെന്റിമീറ്റർ തന്നെയാണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ മാറ്റണം. അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ മാറ്റാം. 6 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 സെന്റിമീറ്റർ അല്ലെ. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ 6 മീറ്റർ എന്തായിരിക്കും? 6 × 100 അല്ലെ. അപ്പൊ 6 × 100 എന്ന് പറഞ്ഞാല് 600 സെന്റിമീറ്റർ. അപ്പൊ സെന്റിമീറ്റർ ആക്കിയപ്പോ 600 സെന്റിമീറ്റർ. ഇനി ഇതിനെ 1 മീറ്റർ സെന്റിമീറ്റർ ആക്കുമ്പോ 100 മീറ്റർ അല്ലെ. 100 മീറ്റർ 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇത് കിട്ടി. ഇവിടെ 50 സെന്റിമീറ്റർ തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ലെങ്ത് ഇതാണ്, വിഡ്ത്ത് ഇതാണ്, ഹൈറ്റ് ഇത്. ഇനി നമുക്ക് വോളിയം കാണാമല്ലോ അല്ലെ. അപ്പൊ വോളിയം വ്യാപ്തം = L × B × H എന്ത് വരും? 600 × 100 × 50 ഇവിടെ നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സീറോകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തൽക്കാലം സീറോകളെ മാറ്റി നിർത്തിയിട്ട് 0 അല്ലാത്ത തമ്മിൽ ഗുണിക്കുക. അപ്പൊ 6 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 5 ഉണ്ട് അല്ലെ. അപ്പൊ 6 × 1 6 അല്ലെ. 6 × 5 30 അല്ലെ. 30. അപ്പൊ നമുക്ക് 30 കിട്ടി. ഇത് മാത്രം ഗുണിച്ചപ്പോ 30 കിട്ടി. ഇനി എത്ര 0 ഉണ്ടെന്ന് നോക്കിയാല് ഈ 0 30 അല്ലെ. ഇത് നമുക്ക് ഗുണിച്ചപ്പോ കിട്ടിയ 0 അത് അതിൽ കൂട്ടൂല. ബാക്കി ഇവിടെ 1 2 3 4 5 0 ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ 5 0 ഇട്ട് കൊടുക്കണം. ഇത് കൂടാതെ 5 0 നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പൊ 1 2 3 4 5. അപ്പൊ ഇത്രയും എന്തായിരിക്കും? ക്യൂബിക് cc, ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിന്റെ വോളിയം ഇത്ര എന്തായിരിക്കും? ഇത്ര ക്യൂബിക് സെന്റിമീറ്റർ. മനസ്സിലായല്ലോ അല്ലെ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങൾ അല്ലെ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. വാട്ട് ഈസ് ദി വോളിയം ഓഫ് എ പീസ് ഓഫ് വുഡ് വിച്ച് ഈസ് 5 മീറ്റർ ലോങ്, 1 മീറ്റർ വൈഡ് ആൻഡ് 25 സെന്റിമീറ്റർ ഹൈ അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ അതേ മോഡൽ ചോദ്യം തന്നെയാണ്. ആ മരക്കഷത്തിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അതിന്റെ നീളം 5 മീറ്റർ, വീതി 1 മീറ്റർ, അതിന്റെ ഉയരം 25 സെന്റിമീറ്റർ
പിന്നെ അതൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ദി പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് വുഡ് ഈസ് 60,000 റുപ്പീസ്. അതായത് ഒരു ക്യൂബിക് മീറ്റർ മരത്തിന്റെ വില 60,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് ദിസ് പീസ് ഓഫ് വുഡ്? അങ്ങനെയാണെങ്കിൽ ഈ മരക്കഷ്ണത്തിന് മൊത്തം എത്ര വില വരും? ഈ മരത്തടിക്ക് എത്ര മൊത്തം വില വരും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടിയാലോ അല്ലെ? അപ്പൊ നമുക്ക് നോക്കിയേ, ആദ്യം ഒരു മരക്കഷ്ണം നീളമുണ്ട്, വീതിയുണ്ട്, ഉയരുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് നോക്കിയാൽ ഇതാണ് നമ്മുടെ മരക്കഷ്ണം. ഇതാണ് നമ്മുടെ മരക്കഷ്ണം. ഇതുപോലത്തെ ഒരു മരക്കഷ്ണം അല്ലെ? ഇതിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട്. നീളം എത്രയാണ്? 5 മീറ്റർ. അപ്പൊ നീളം 5 മീറ്റർ. വീതി തന്നിട്ടുണ്ട് എത്രയാണ്? 1 മീറ്റർ. വീതി നമുക്ക് 1 മീറ്റർ. പിന്നെ ഹൈറ്റ് 25 സെന്റിമീറ്റർ. ഹൈറ്റ് 25 സെന്റിമീറ്റർ. അപ്പൊ ഇതാണ് തന്നിട്ടുള്ളത്. ഇതിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. മാത്രമല്ല ഒരു ക്യൂബിക് മീറ്റർ മരത്തിന്റെ വില 60,000 രൂപയാണെങ്കിൽ ഈ മൊത്തം ഈ തടിയുടെ വില എത്ര? ഇതാണ് ചോദ്യം അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാം അല്ലെ? അപ്പൊ നമുക്ക് വോളിയം കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ലെങ്ത് എത്രയാണ്? ലെങ്ത് 5 മീറ്റർ. ഓക്കെ. ഇനി വിഡ്ത്തോ? വീതി എത്രയാണ്? 1 മീറ്റർ. ഇനി ഇതിന്റെ ഹൈറ്റോ എത്രയാണ്? 25 സെന്റിമീറ്റർ. ഇവിടെ ശ്രദ്ധിക്കുക, 5 മീറ്റർ, 1 മീറ്റർ, 25 സെന്റിമീറ്റർ അല്ലെ? അപ്പൊ ഒരളവ് സെന്റിമീറ്ററിലാണ്. ഇനി നമുക്ക് ഉത്തരം എന്തിനാ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ക്യൂബിക് മീറ്റർ. കണ്ട, ക്യൂബിക് മീറ്റർ മരത്തിന്റെ വിലയാണ് നമുക്ക് തന്നിട്ടുള്ളത് 60,000 രൂപ. അതായത് അപ്പൊ നാം എന്ത് വേണം? ഉത്തരം നമ്മൾ എന്തിലായിരിക്കണം? ക്യൂബിക് മീറ്ററിൽ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ ഉത്തരം നമ്മളെ ക്യൂബിക് മീറ്ററിലായിരിക്കണം. അതുകൊണ്ട് നാം എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ എല്ലാ അളവും നമുക്ക് മീറ്ററിലാക്കണം അല്ലെ? അപ്പൊ ഈ അളവ് മീറ്ററിലാണ് അല്ലെ? അപ്പൊ അതങ്ങനെ ഇരുന്നോട്ടെ. ഈ അളവ് മീറ്റർ ആണ്. ഈ അളവ് നമുക്ക് എന്ത് ചെയ്യണം? ഈ അളവ് നമുക്ക് മീറ്ററിൽ കാക്കണം. അപ്പൊ 25 സെന്റിമീറ്റർ എത്ര മീറ്റർ ആണ്? നമുക്കറിയാം 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ അല്ലെ? 1 മീറ്റർ. അപ്പൊ 25 സെന്റിമീറ്റർ എത്ര ഉണ്ടായിരിക്കും? നമുക്കറിയാം മീറ്ററിനെ മീറ്ററിലാക്കുമ്പോൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം അല്ലെ? ഇവിടെ സെന്റിമീറ്ററിനെ മീറ്ററിലാക്കുകയാണെങ്കിലോ നാം എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? അപ്പൊ ഇതിൽ എത്ര 100 ഉണ്ടെന്ന് നമ്മൾ നോക്കണം. അതായത് 25 എത്ര 100 ഉണ്ടെന്ന് നോക്കണം. അപ്പൊ 25 ഹരിക്കണം 100. മനസ്സിലായല്ലോ? മീറ്ററിനെ സെന്റിമീറ്റർ ആക്കുകയാണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക, സെന്റിമീറ്ററിനെ മീറ്ററിൽ ആക്കുകയാണെങ്കിൽ 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇത്രയും മീറ്റർ അല്ലെ? 25 സെന്റിമീറ്റർ 25/100 മീറ്റർ. അപ്പൊ 25/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം. നോക്കിയാൽ 25 അല്ലെ? 100ൽ എത്ര 25 ഉണ്ട്? 425 അല്ലെ? 425 100ലുള്ളത്. അപ്പൊ നമുക്ക് 1/4 എന്ന് കിട്ടി. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ മുമ്പ് ചെയ്യാറുള്ള പോലെ ചെറുതായി കൊണ്ടുവരാം. അതല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ അറിയുന്നവരെന്ത് ചെയ്യാം? 25 ഇവിടെ 100 അല്ലെ? 100ൽ എത്ര 25 ഉണ്ട്? 425 അല്ലെ? അപ്പൊ നമ്മൾ 25നെ വെട്ടി 25 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ 1 കിട്ടി. 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് 4 കിട്ടി. കണ്ടില്ലേ? അപ്പൊ 1/4. അപ്പൊ 25 സെന്റിമീറ്റർ നമ്മൾ മാറ്റി എഴുതാൻ പോണ്. അതായത് 25/100 അത്ര ഈക്വൽ ടു 25/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 മീറ്റർ. കണ്ട? അപ്പൊ നമുക്ക് 3 അളവ് നമ്മൾ മീറ്ററിലായി. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25ൽ എത്ര 5 ഉണ്ട്? 5 അല്ലെ? 5 ഉണ്ട്. 100ൽ എത്ര 5 ഉണ്ട്? 25 ഉണ്ട്. മനസ്സിലായില്ല? അപ്പൊ 5/20 കിട്ടും. വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 5ൽ എത്ര 5 ഉണ്ട്? 1 5. 20ൽ എത്ര 5 ഉണ്ട്? 4 5. കണ്ട? അപ്പൊ അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ചെറുതാക്കി കൊണ്ടുവരാം. ഓക്കെ. ഇനി നമുക്ക് എന്ത് കാണാം? വോളിയം കാണാം അല്ലെ? വോളിയം. ഇപ്പൊ നമ്മൾ എല്ലാ അളവുകളും മീറ്ററിലേക്കാക്കി. ഇനി വോളിയം കാണാൻ എന്ത് വേണം? വോളിയം ഈക്വൽ ടു L × B × H അല്ലെ? അപ്പൊ 5 × 1 × 1/4. കണ്ട? ഇവിടെ ഫ്രാക്ഷൻ ആണ് 1/4. ഭിന്നസംഖ്യയാണ് 1/4. അതിനൊന്നും പേടിക്കണം, അത് അവിടെ തന്നെ കിടന്നിട്ട് ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മുകളിലുള്ള എല്ലാം കൂടി അല്ലെ? ഇവിടെ നമുക്ക് ഹരിക്കാൻ പറ്റില്ല അല്ലെ? ഇവിടെ 5 4 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ തമ്മിൽ ഗുണിച്ചിടാം. അപ്പൊ 5 × 1 5, 5 × 1 5 അല്ലെ? മുകളിൽ നമുക്ക് 5 എന്ന് വന്നു, താഴെ 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വോളിയം 5/4
എല്ലാ മീറ്ററിലല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, ക്യൂബിക് മീറ്റർ. ക്യൂബിക് മീറ്റർ അതായത് ഘന മീറ്റർ. ഇനി നമുക്ക് ഒരു ക്യൂബിക് മീറ്റർ വുഡിന്റെ വില തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അത് എഴുതാം, പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ വുഡ്. 1 ക്യൂബിക് മീറ്റർ വുഡ് അതായത് ഒരു ഘനമീറ്റർ മരത്തിന്റെ വില എത്രയാണ്? 60,000 രൂപ അല്ലെ. 60,000 രൂപ. അങ്ങനെയാണെങ്കിൽ എത്ര ക്യൂബിക് മീറ്റർ വുഡ് ഉണ്ട് ഇവിടെ? 5/4 ക്യൂബിക് മീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രൈസ് ഓഫ് വുഡ്, ടോട്ടൽ പ്രൈസ് ഓഫ് വുഡ് അതായത് ഈ മരത്തടിയുടെ ആകെ വില എത്ര വരും? ഒരു ക്യൂബിക് മീറ്ററിന് 60,000 രൂപ അല്ലെ. എത്ര ക്യൂബിക് മീറ്റർ ഉണ്ട്? 5/4 ക്യൂബിക് മീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് 5/4 ഇൻറ്റു 60,000 ഡിവൈഡ് ചെയ്യാം. 5നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഇനി നോക്കിയേ, ഇവിടെ 60,000 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹരിക്കാൻ അറിയുന്നവർക്ക് പെട്ടെന്ന് ഹരിക്കാൻ പറ്റും. അറിയാത്തവർ എന്ത് ചെയ്യാം, 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ തൽക്കാലം നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർ നോക്കിയാൽ 60 അല്ലെ, 60 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യാം, 4നെ 2 കൊണ്ട് ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4ൽ എത്ര 2 ഉണ്ട്? 2 അല്ലെ. 60,000 എത്ര 2 ഉണ്ട്? 6ൽ എത്ര 2 ഉണ്ട്? 3 2 അല്ലെ. 6ൽ നമുക്ക് 3 2. ബാക്കി എത്ര പൂജ്യം ഉണ്ട്? 1 2 3 4. ഈ 4 പൂജ്യം ഇട്ട് കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇതൊക്കെ പോയി ബാക്കി എത്ര വന്നു? 30,000/2 നിന്നു. മുകളിൽ ഒരു 5 അവിടെ ഉണ്ട് അല്ലെ. 5 അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഇവിടെ 2 ഇവിടെ 30,000 അല്ലെ. നമുക്ക് ഇതിനെ വീണ്ടും 2നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2നെ 2 ക്യാൻസൽ ആയി പോയി. 30,000 എത്ര ഡിവൈഡ്? 2നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു, ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ 1 അല്ലെ, 1. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്താലോ, 30ൽ എത്ര 2 ഉണ്ട്? 30ൽ 15 2 അല്ലെ. 15 2 30ൽ അല്ലെ. പിന്നെ ബാക്കി 3 പൂജ്യങ്ങളുണ്ട്. 1 2 3 പൂജ്യം. ഇവിടെ ഒരു 5 ഉണ്ട് അല്ലെ. ബാക്കി ഒരു 5 ഉണ്ട്. സീക്വൽ ടു 5 ഇൻറ്റു 15,000 എന്ന് കിട്ടി. 5 ഇൻറ്റു 15,000 എത്ര കിട്ടും നോക്കിയേ. അപ്പൊ 0നെ മാറ്റി എടുത്തിട്ട് ആദ്യം 5 കൊണ്ട് നമുക്ക് 15നെ ഒന്ന് ഗുണിച്ചു നോക്കാം. അപ്പൊ 5 കൊണ്ട് 15നെ ഗുണിച്ചാൽ എത്ര കിട്ടും നമുക്ക്? 75 അല്ലെ. 75 കിട്ടും. ഇനി എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം. അപ്പൊ ഇത്ര രൂപയാണ് മൊത്തം നമ്മുടെ ഈ തടിക്കഷ്ണത്തിന് വരിക. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിലെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.